നമസ്കാരം. മലപ്പുറം ചെറുകുളമ്പ് KSKM UP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിൽ ക്രമക്കേടെന്ന് ധനകാര്യ പരിശോധന റിപ്പോർട്ട്. ഉച്ചഭക്ഷണ കാര്യത്തിൽ അടിമുടി ക്രമക്കേട് നടത്തിയെന്നാണ് ധനകാര്യ പരിശോധന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സ്കൂളിൽ 2022-2023 അധ്യയന വർഷം യഥാർത്ഥ ഉപയോഗത്തേക്കാൾ അധികമായി 13,976 കിലോഗ്രാം അരി അനുവദിച്ച് കൈപ്പറ്റിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അരിവിലയായ 5,20,745 രൂപ 6 വർഷം സ്കൂളിൽ പ്രധാന അധ്യാപികയായ സേവനമനുഷ്ഠിച്ച ആയിഷ, ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകൻ ഹംസ എന്നിവരിൽ നിന്ന് തുല്യമായി ഈടാക്കുന്നതിന് ഭരണവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ധനകാര്യ അഡീഷണൽ സെക്രട്ടറി KS അജയ്കുമാറിന്റെ റിപ്പോർട്ട്. സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്ന അധ്യാപകനായ ഹംസ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ അരിയുടെ സ്റ്റോക്കിൽ ക്രമക്കേട് കാട്ടിയെന്നും പരിശോധനയിൽ വ്യക്തമായി. പലവ്യഞ്ജനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ വ്യാജമായി വിവിധ കടകളുടെ പേരിലുള്ള ബില്ലുകൾ തയ്യാറാക്കി സമർപ്പിച്ച് വൻ തുക കൈപ്പറ്റുകയും ചെയ്തു. ഭക്ഷണ സാമഗ്രികളുടെ വിലയും അളവും തന്നിഷ്ടപ്രകാരം നിർണ്ണയിക്കുന്നതിനും തുക കൈപ്പറ്റുന്നതിനും വ്യാജമായി ബില്ലുകൾ അധ്യാപകൻ തയ്യാറാക്കിയത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ്. പ്രധാന അധ്യാപികയ്ക്കും മാനേജ്മെന്റിനും ഇക്കാര്യത്തിൽ പൂർണ്ണ അറിവുണ്ടായിരുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തി. അതിനാൽ ഹംസയ്ക്കെതിരെ കർശനമായ വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ശുപാർശ ചെയ്തു. ഗുണമേന്മയുള്ള നിലയിൽ ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നതിന് പകരം ക്യാബേജ് കൊണ്ടുള്ള ഒരു തോരനും സാമ്പാർ എന്ന പേരിൽ സവാള, ഉരുളക്കിഴങ്ങ്, പേരിന് തക്കാളി എന്നിവ മാത്രം ചേർത്ത് ഗുണനിലവാരം തീരെയില്ലാത്ത കറിവെള്ളവും കുട്ടികൾക്ക് നൽകുന്നതാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പരിശോധന നടക്കുന്ന ദിവസം പരിശോധനാ സംഘത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ 50 കിലോഗ്രാം അരി പാചകം ചെയ്യുകയും അത് പാചക തൊഴിലാളികളെയും ഉച്ചഭക്ഷണ ചാർജുള്ള അധ്യാപകനെയും അറിയിച്ചു. ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. രജിസ്റ്റർ പ്രകാരം ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസൃതമായി അനുബന്ധ ചെലവുകൾക്ക് അനുവദനീയമായ തുകയാണ് അനുവദിച്ചത്. വ്യഞ്ജന സാമഗ്രികൾ വാങ്ങുന്നത് സ്കൂളിന്റെ സമീപമുള്ള പ്രവാസി എന്ന പേരിലുള്ള സ്റ്റേഷനറി കടയിൽ നിന്നാണ്. ആ കടയിൽ നിന്നും ഹംസ എന്ന അധ്യാപകൻ ആവശ്യം വേണ്ട സാധന സാമഗ്രികൾ വാങ്ങി. കടയുടമ ദിവസവും വാങ്ങിയ സാധനങ്ങളുടെ വില ചെറിയ ഡയറിയിൽ കുറിച്ചു വെക്കും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും തുക അനുവദിക്കുമ്പോൾ കടയുടമയ്ക്ക് നൽകേണ്ട തുക നൽകും. കടയുടമ സ്വന്തമായി ബിൽ ബുക്ക് തയ്യാറാക്കുകയോ അത് അധ്യാപകന് നൽകുകയോ ചെയ്തില്ല. അധ്യാപകൻ ഹംസ സ്വന്തമായി കടകളുടെ ബില്ലുകൾ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുകയും തന്റെ ഇഷ്ടാനുസരണം സാധന സാമഗ്രികളുടെ വിവരവും വിലയും എഴുതി ചേർക്കുകയും ചെയ്തു. അത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ അയച്ച് തുക കൈപ്പറ്റുകയും ചെയ്തു. കടകളിൽ നിന്ന് ലഭിക്കുന്ന ബില്ലുകളുടെ തുക വായിച്ചെടുക്കാൻ പ്രയാസമുള്ളതിനാൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി താൻ തന്നെ സ്വന്തമായി ബില്ലുകൾ തയ്യാറാക്കിയെന്ന് അധ്യാപകൻ ഹംസ രേഖാമൂലം പരിശോധനാ സംഘത്തെ അറിയിച്ചു. അത് പ്രധാന അധ്യാപിക സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു.